കൃഷ്ണ മഹാഭാഗ ഭക്താനാമഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നും ആ സംസാരമാവുന്ന കാട്ടുതീയിൽ നിന്നും ഭക്തന്മാരെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ കാത്തുരക്ഷിക്കുന്ന പ്രഭോ, ദാ ലോകം മുഴുവൻ ദഹിക്കാൻ വരുന്ന ആ തേജസ് എന്താണെന്ന് മനസ്സിലാവണില്ല, എന്നതാണ് അതിന് പ്രതിവിധി എന്നറിഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, ആ അശ്വത്ഥാമാവ് ദുഷ്ടബുദ്ധിയോടുകൂടി നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കാം. അയാൾക്ക് ബ്രഹ്മാസ്ത്രം അയക്കാനേ അറിയുള്ളൂ, തിരിച്ചെടുക്കാൻ അറിയില്ല. സ്വന്തം പുത്രനായിട്ടും ദ്രോണൻ്റെ മഹത്വം നോക്കൂ, ദ്രോണൻ പുത്രനെ ഈ ബ്രഹ്മാസ്ത്ര വിദ്യ പഠിപ്പിച്ചില്ല. അർജുനന് പഠിപ്പിക്കുന്ന സമയത്ത് ഒളിച്ചു നിന്ന് കേട്ടതാണ് അയക്കാനുള്ള വിദ്യ, തിരിച്ചെടുക്കാൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ അത് വെട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും, അത് അയക്കാൻ പാടുമോ? എന്നിട്ടും സ്വാർത്ഥബുദ്ധിയായ അശ്വത്ഥാമാവ് അത് പ്രയോഗിച്ചു. അശ്വത്ഥാമാവിൻ്റെ മനസ്സ് നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് ലോകമംഗളത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട വിദ്യ അവന് പഠിപ്പിക്കാണ്ടിരുന്നതും ശിഷ്യനായ അർജുനനെ പഠിപ്പിച്ചതും. ഭഗവാൻ പറഞ്ഞു, ലോകം ദഹിക്കും മുമ്പ് നീ ബ്രഹ്മാസ്ത്രം അയച്ച് രണ്ടിനെയും ഉപസംഹരിക്കണം എന്നായി. ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് ആ അർജുനൻ ബ്രഹ്മാസ്ത്രം അയച്ചു. രണ്ടും കുട്ടിമുട്ടി ലോകം ദഹിക്കുന്ന നില വന്നു. തത്സമയം ബ്രഹ്മാസ്ത്ര മന്ത്രം ജപിച്ച് രണ്ടും ബ്രഹ്മാസ്ത്രത്തെയും ഉപസംഹരിച്ചു. അതിനുശേഷം പാഞ്ചാലിയോട് പറഞ്ഞത്, ആരാ നിൻ്റെ പുത്രന്മാരെ ഇങ്ങനെ ദാരുണമായി കൊന്നവരാരായാലും വിരോധമില്ല, അവൻ്റെ തല ഞാൻ മുറിച്ച് നിൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെക്കാം, അതുകൊണ്ട് നീ സമാധാനിക്കണം. ക്ഷത്രിയന്മാർക്ക് ഇപ്പം അങ്ങനെ പറ്റുള്ളൂ അല്ലേ, യുദ്ധത്തിന് പോയാൽ മരണമൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ സമാധാനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിടികൂടി അശ്വത്ഥാമാവിനെ. പക്ഷേ അർജുനന് എന്തായാലും ഗുരുപുത്രനായതുകൊണ്ട് കൊല്ലാൻ തോന്നിയില്ല. ആതതായിയാണ് അവൻ, ആതതായി വദാർഹണ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു നോക്കി അല്ലേ. ഉറങ്ങിക്കിടക്കുന്നവരെ തീയിട്ട് കൊല്ലുക, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുക, പത്നിയെ അപഹരിക്കുക, സ്വത്ത് അപഹരിക്കുക, മാരകായുധങ്ങളുമായി നമ്മളെ കൊല്ലാൻ വരിക, ഇവരൊക്കെ ആതതായികളത്രേ. അവരെ ആതതായിനം ആയാന്തം നേരിടുന്ന ആതതായികളെ വിചാരം കൂടാതെ കൊല്ലണം എന്നാണ് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇവൻ അങ്ങനെയൊക്കെ ചെയ്തവനാണ്. ഇപ്പോൾ മാരകായുധം ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ കൊല്ലാൻ നിന്നതാണ്, അതുകൊണ്ട് ഇവനെ കൊല്ലുന്നതുകൊണ്ട് തെറ്റില്ല എന്ന്. പക്ഷേ എങ്കിലും അർജുനന് അങ്ങനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. അവസാനം അർജുനൻ വിചാരിച്ചു, എന്തായാലും ഇപ്പം പാഞ്ചാലിയുടെ അല്ലേ ദുഃഖം തീർക്കാൻ ഇതൊക്കെ ചെയ്ത് പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടിടാം, എന്നിട്ട് പാഞ്ചാലി എന്താ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. എന്നുവെച്ചിട്ട് ഇവനെ കയ്യും കാലും കൂട്ടിക്കെട്ടി, പശുവിൻ്റെ കയ്യും കാലൊക്കെ കൂട്ടി കെട്ടണമാതിരി കൊണ്ടിട്ടിട്ട് പാഞ്ചാലിയെ വിളിച്ചു, ദാ നിൻ്റെ 5 മക്കളെ കൊന്ന ഘാതകനെ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്, എന്താ അവന് ശിക്ഷ കൊടുക്കണ്ടേ പറയുമോ? പാഞ്ചാലി ഓടി വന്നപ്പോൾ ഇത് തൻ്റെ ഗുരുപുത്രനാണെന്ന് അറിഞ്ഞതോടുകൂടി ആ ദേവിയുടെ മനസ്സ് കാരുണ്യം കൊണ്ടും ധർമ്മബുദ്ധി കൊണ്ടും അലിഞ്ഞു. എന്താ പാഞ്ചാലി പറഞ്ഞത്? തൻ്റെ 5 മക്കളെ കൊന്ന മഹാഘാതകനെ മുമ്പിൽ ഹാജരാക്കിയിട്ട് പറയുകയാണ്, അവനെ നിരുപാധികം അഴിച്ചുവിടാൻ. മുച്യതാ മേഷ എന്നാണ് പറഞ്ഞത്. ഇവനൊരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല, അൺകണ്ടീഷനല്ല. എങ്ങനെ പറ്റും? ധർമ്മമാണ് ആ ദേവി പറഞ്ഞത്. ധർമ്മം, ന്യായം, സകരുണം, കരുണയും ധർമ്മവും ന്യായവും നിറഞ്ഞ വാക്കുകൾ. എന്താ യുക്തി ആ ദേവി പറഞ്ഞത്? ഒരു ഉണ്ണി മരിച്ചാൽ എത്ര ദുഃഖം ഒരമ്മയ്ക്കുണ്ടെന്ന് എനിക്കറിയാം, ഇവൻ്റെ അമ്മ ഈ പുത്രദുഃഖം അനുഭവിക്കാൻ ഇടവരാൻ പാടില്ല. മാരോതി തസ്യ ജനനി ഗൗതമി പതിദേവത. നോക്കൂ, തൻ്റെ ദുഃഖം പോലെയാണ് വേറൊരാളുടെ ദുഃഖം എന്ന് വിചാരിച്ച് തന്നാൽ ആർക്കും ദുഃഖമുണ്ടാവാതിരിക്കാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താലേ ലോകത്ത് ധർമ്മം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് കുഴപ്പം. ഉത്ര ദുഃഖം അറിഞ്ഞ അമ്മയ്ക്കല്ലേ വേറൊരു അമ്മയുടെ ദുഃഖം അറിയുള്ളൂ. അതുകൊണ്ട് ആ ദേവി ദുഃഖിക്കാൻ പാടില്ല, അതുകൊണ്ട് അഴിച്ചുവിടണം, മോചിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും പാഞ്ചാലിയുടെ ഈ ധാർമ്മികമായ കരുണ നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അതിനെ പ്രശംസിക്കാനാണ് തോന്നിയത്, ഭീമസേനൊഴിച്ച്. അതെ, ഈ മഹാപാപിയെ ജീവനോടെ കൊല്ലണതാണ് ഇവന് നല്ലത്, ഇവൻ്റെ നേരെ അഹിംസയൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഭീമസേനൻ ഇവനെ ശിക്ഷിക്കണമെന്ന് പറയുക, പാഞ്ചാലിയെ മോചിപ്പിക്കണം എന്ന് പറയുക. ധർമ്മസങ്കടത്തിലായില്ലേ അർജുനൻ? ആര് പറഞ്ഞ? ഭാര്യ പറഞ്ഞ കേൾക്കണോ, ഏട്ടൻ പറഞ്ഞ കേൾക്കണോ? ആകപ്പാടെ ധർമ്മസങ്കടത്തിലായ അർജുനൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മബന്ധുർ ന ഹന്തവ്യ ആതതായി വദാർഹണ മയാ ഏവ ഉഭയം ആമനാദം പരിവാഹി അനുശാസനം. എന്താ വേദത്തിൽ ആതതായിയെ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ തന്നെ വാക്കാണ്, ശാസ്ത്രം ഭഗവാന്റെ വാക്കാണല്ലോ. എന്നാലോ ബ്രാഹ്മണനാണെങ്കിൽ അവനെ കൊല്ലാൻ പാടില്ല എന്നുണ്ട്. ഇത് രണ്ടും എൻ്റെ വാക്കാണ്. അപ്പോൾ ശാസ്ത്രത്തിനും വിരുദ്ധമാവാൻ പാടില്ല, പാഞ്ചാലിക്കും ഭീമസേനും ഒക്കെ വിരോധമാവാത്ത രീതിയിൽ യുക്തം പോലെ ചെയ്തോളൂ പറഞ്ഞു. ഉടനെ അർജുനന് ഭഗവത് സങ്കല്പം മനസ്സിലായി. വധം തലമുറിക്കൽ മാത്രമല്ല, തേജോവധം ഒരു വധമാണ് അല്ലേ. സ്വത്തൊക്കെ കണ്ടു കെട്ടിയിട്ട് നാട് കടത്തുക, ഉപേക്ഷിക്കലും വധമാണ്. അതുകൊണ്ട് അശ്വത്ഥാമാവൻ തലമുടിയൊക്കെ മുണ്ടനം ചെയ്ത് അയാളുടെ തലത്തിലൊരു രത്നം ധരിക്കാറുണ്ട്. അയാൾ ആ രത്നം എടുത്ത് അയാളെ
അപമാനിച്ച് നാട് കടത്തി. അങ്ങനെ തൽക്കാലം എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ ധർമ്മത്തെ നടപ്പാക്കുകയും ചെയ്തു അർജുനൻ. എല്ലാവർക്കും വളരെ സന്തോഷമായി. പക്ഷേ തൻ്റെ 5 മക്കളെ കൊന്ന ഘാതകനെ നിരുപാധികം വിട്ടയക്കാനുള്ള മഹാമനസ്കത കാണിച്ച ആ പാഞ്ചാലിയോട് അല്പം പോലും കൃപയോ കരുണയോ ദയാവായ്പോ ഈ അശ്വത്ഥമാവിനുണ്ടായില്ല. അതാ അയാൾ പ്രതികാരാഗ്നി അയാളുടെ മനസ്സിൽ ആളിക്കത്തി. ഈ പാണ്ഡവ വംശത്തെ ഞാൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വീണ്ടും ബ്രഹ്മാസ്ത്രം അയച്ചു. 5 എണ്ണം പാണ്ഡവന്മാരെ 5 പേരെ നശിപ്പിക്കാൻ. ഒന്നോ അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തര ഗർഭിണിയായിരിക്കുമ്പോഴാണ് യുദ്ധത്തിൽ അഭിമന്യു മരിക്കുന്നത്. ആ ഉത്തരയുടെ നേരെ, ആ ഉത്തരയും കുട്ടികളുടെ കുട്ടിയും ഈ 5 പാണ്ഡവന്മാരെ ഒറ്റയടിക്ക് കൊന്നാൽ ഇനി പാണ്ഡവംശം ഉണ്ടാവില്ലല്ലോ. ഇത്രയും ദുഷ്ടമായ മനസ്സോടുകൂടി സങ്കല്പത്തോടുകൂടി ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുക. ഉത്തരയോ ആരോട് പറയും? ഈ ലോകത്തിൽ ആരോട് പറഞ്ഞാലും ഭൗതികമായ എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കാലേ, അല്ലാതെ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കെങ്കിലും ആവുമോ?